ഒരു ചേട്ടനെ ഞാൻ ഒരു ഇടവകയിലിരുന്ന സമയത്ത് ധ്യാനം കൂടാൻ വിട്ടു. ധ്യാനം കൂടാൻ അട്ടപ്പടി ധ്യാനം കൂടി ഇറങ്ങി വരുന്ന വെള്ളിയാഴ്ച ദിവസം ചേട്ടൻ ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞേക്കാണ്, ചേട്ടാ നമ്മുടെ വാഴത്തോട്ടത്തിൽ 9 ആന കയറിയിരിക്കുക. ധ്യാനിക്കാൻ പോയി ഇറങ്ങി വരുന്ന വ്യക്തിക്ക് ഭാര്യ കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്, തോട്ടത്തിൽ ആനകൾ കയറിയിരിക്കുക. അപ്പോൾ ഈ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ റെഡിയായിരിക്കണം, ഞാൻ ധ്യാനം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛൻ വന്നു കഴിയുമ്പോൾ എൻ്റെ കൂടെ വാഴത്തോട്ടത്തിലേക്ക് വരണം. ഞാൻ ചോദിച്ചു, വാഴത്തോട്ടത്തിലേക്ക്? കാരണം 9 ആന അവിടെയുണ്ട്. ധ്യാനം കൂടി ഇപ്പോൾ അച്ഛന്മാർ പറയുന്നത് കേട്ടു, ഞാൻ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ച് വിലക്കി കഴിഞ്ഞാൽ ആന പോകും. ചേട്ടൻ വീട്ടിലേക്ക് വല്ല പോയത്, ആ ബാഗൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കും, ആന വരെ ശ്രമമുള്ളവരെ വെഞ്ചരിച്ചിട്ട് പോന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആന ഭാഗത്തെ മലയിലേക്ക് കയറിപ്പോയി. അതാണ് വിശ്വാസം. ആ മനുഷ്യൻ്റെ മുമ്പിലൂടെ നടക്കാറുണ്ട്, കാരണം ആന എന്നെ ശല്യം ചെയ്യാതിരിക്കാൻ. ആ മനുഷ്യൻ്റെ 2000-3000 വാഴയുടെ ഉള്ളിലൂടെ അത് വെഞ്ചരിച്ച് പോയപ്പോൾ ആ മനുഷ്യനൊരു ആഗ്രഹമുണ്ട്, ഈ മേഖലയിലുള്ള ആന വിട്ടുപോകണം. അതായത് ആ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ ആ അഗ്നി കൊണ്ടൊരു കോട്ട കെട്ടി അവിടെ സംരക്ഷിക്കുക. ആ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആനയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. വെഞ്ചരിപ്പ് വലിയൊരു ശുശ്രൂഷയാണ്, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വെഞ്ചരിക്കുന്ന സമയത്ത് സാത്താൻ കോട്ടകൾ തകർന്നു വീഴും, അന്ധകാര ശക്തികൾ വിട്ടുപോകും. അതുകൊണ്ട് വെഞ്ചരിക്കുന്ന വെള്ളം കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കണം. കാരണം എന്താ, പിശാചുകൾ ഓടും. ഹല്ലേലൂയ.